ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങളിൽ വിദ്യ മുടങ്ങിപ്പോകേണ്ടതായിട്ടുള്ള സാഹചര്യം, അതിലുപരി എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു മനസ്സിലായി വരുന്നതായിട്ടുള്ള ഒരു ചിന്ത അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ഓർമ്മക്കുറവ് അനുഭവപരമായിട്ട് വരികയും തുടർന്ന് പഠനപരമായിട്ടുള്ള കാര്യം ചിന്തിക്കവേ തന്നെ ഒരു പേടി മൂലം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകേണ്ട സാഹചര്യങ്ങൾ, ഇങ്ങനെ പല പല അനുഭവങ്ങളും നമുക്കുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് കദളിപ്പഴം വാങ്ങി സരസ്വതി ക്ഷേത്രം, അതായത് സരസ്വതി ദേവിയുടെ സങ്കല്പത്താൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര ദർശനം ചെയ്യുക. അതിലുപരി ഈ കദളിപ്പഴവും സാരസകൃത നെയ്യും വാങ്ങി കൊടുത്ത് പൂജിച്ച് കദളിപ്പഴം 3 ദിവസങ്ങളിലായിട്ട് സേവിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സാരസകൃത നെയ്യ് അതിരാവിലെ എഴുന്നേറ്റ് അത് 1 സ്പൂൺ വെച്ച് നമ്മൾ സേവിക്കുന്നതും ഉത്തമപരമായ കാര്യമാണ്. പക്കനാൾ വരാൻ നേരത്ത് സരസ്വതി ക്ഷേത്രത്തിൽ പോയി ഒരു പാൽപ്പായസം വഴിപാട് നടത്തുന്നതും വിദ്യാരാജഗോപാല മന്ത്രാർച്ചന അർച്ചനാപരമായിട്ട് നടത്തുന്നതും ഗായത്രി ജപിക്കുന്നതും ഒക്കെ വളരെ ഫലപ്രാപ്തിയിൽ വരുന്നൊരു കാര്യമാണ്. ഈ കദളിപ്പഴം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ പൂജിക്കുന്ന ആ നെയ്യ് ദേവിയുടെ സത്വഗുണങ്ങളായിട്ടുള്ള കലകൾ മന്ത്രോച്ചാരണം വഴി ആ നെയ്ക്കകത്ത് ഒരു സങ്കല്പ സാന്നിധ്യം ഉണ്ടാവുകയും ആ നെയ്യ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള നെഗറ്റീവ് അത് നശിപ്പിച്ച് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നെയ്യ് സേവനം ചെയ്യുന്നത്. അതിൽ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവിനെ പുറത്ത് കളയുന്നതിന് വേണ്ടിയാണ് ആദ്യം നമ്മൾ ഈ 3 ദിവസം കദളിപ്പഴം കഴിക്കണം എന്നീ പറയുന്ന കാര്യം. ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷം വേണം പൂജിച്ച വസ്തുക്കൾ ഉള്ളിൽ സേവിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഫലപ്രാപ്തി നമുക്കുണ്ടാകത്തുള്ളൂ. അതിലുപരി സ്വർണത്തിലോ വെള്ളിയിലോ വിദ്യാരാജ്ഞിയായ വിദ്യാരാജഗോപാല യന്ത്രം വരച്ച് പൂജിച്ച് മൂകാംബിക, ചോറ്റാനിക്കര ഇങ്ങനെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് നമ്മൾ അത് കൊണ്ടുവന്ന് നല്ലൊരു നേരം നോക്കി നമ്മുടെ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മകാര്യങ്ങളിൽ നമ്മൾ ഉപാസനപരമായിട്ടുള്ള മൂർത്തിക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിക്കുക. അതിലുപരി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ദിവസം നോക്കി നമുക്ക് ആ ദേഹത്ത് ധരിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും മനസ്സിൽ അതിൻ്റേതായിട്ടുള്ള ശക്തി വിഭവങ്ങളുണ്ടായി തടസ്സഗതികൾ മാറി നമുക്ക് മുന്നോട്ട് വിജയിച്ചു വരാനായിട്ട് സാധ്യമാകും. സരസ്വതി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. യന്ത്രവിദ്യകൾ ചെയ്യാൻ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട. അതിലുപരി നെയ്യ്, കദളിപ്പഴം ഇവ വാങ്ങി സേവിക്കുക. വിശ്വാസപരമായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ നമുക്കുണ്ടായിരിക്കും.